നരേന്ദ്രമോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷം എല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ സഖ്യമെന്ന മുന്നണി രൂപീകരിച്ചത്. എന്നിട്ട് മോദിയെ തകർക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ മുന്നണി രൂപീകരിച്ച് 6 മാസത്തിനുള്ളിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യവുമായി അടിച്ചു പിരിഞ്ഞു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയും ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ തമിഴ്നാട് ഇലക്ഷൻ കഴിഞ്ഞതോടെ കോൺഗ്രസുമായുള്ള എല്ലാ ബന്ധവും DMK വേണ്ട എന്ന് വയ്ക്കുകയാണ്. അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും DMKയും ഇപ്പോൾ പുറത്തേക്ക് വരാൻ ഒരുങ്ങുകയാണ്. കോൺഗ്രസ് പിന്നിൽ നിന്നും കുത്തിയെന്നും ചതിച്ചു എന്നുമാണ് DMK പറയുന്നത്. ഇന്ത്യ മുന്നണിയിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഈ DMK ഇന്ത്യ സഖ്യത്തിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്. അതായത് DMKയും കോൺഗ്രസും തമ്മിലുള്ള ഈ ഒരു വിള്ളൽ. DMK മുന്നണിയെ വിട്ട് TVKക്ക് പിന്തുണ നൽകിയതിന് പിന്നാലെ അതിർത്തി പ്രകടനമാക്കിയിരിക്കുകയാണ് DMK അംഗങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർലമെന്റിൽ പുതിയ ഇരിപ്പിടം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർക്ക് കന്നിമൊഴി MP കത്ത് നൽകി. സഭയിൽ ഇരിപ്പിടങ്ങളിൽ പുതിയ ക്രമീകരണം വേണമെന്ന് കോൺഗ്രസ് അംഗങ്ങൾക്കൊപ്പം ഇരിക്കാനാകില്ല എന്നാണ് കന്നിമൊഴി MP ഇപ്പോൾ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തിൽ പറയുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ നടൻ വിജയുടെ പാർട്ടിയായ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായതോടെയാണ് സഖ്യത്തിൽ അസ്വാരസ്യങ്ങൾ തുടങ്ങിയത്. DMKയെ തഴഞ്ഞ് TVKയെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിൽ DMK കടുത്ത പ്രതിഷേധത്തിലാണ്. 108 സീറ്റുകൾ നേടിയ TVK കേവല ഭൂരിപക്ഷമായ 118 MLA-മാരെ തികയ്ക്കാൻ കോൺഗ്രസിന്റെ പിന്തുണ തേടിയതോടെയാണ് ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യം വളർന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിൽ മത്സരിച്ച കോൺഗ്രസ് 5 സീറ്റിലാണ് വിജയിച്ചത്. വിജയുടെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ കോൺഗ്രസ് വാഗ്ദാനങ്ങൾ പിന്തുണ ചെയ്തു. അതായത് വിജയ് നേരെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കത്തയക്കുന്നു. TVKയെ പിന്തുണയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ കത്ത് നേരെ KC വേണുഗോപാൽ തമിഴ്നാട് കോൺഗ്രസിലേക്ക് അയക്കുന്നു. ഉചിതമായ ഒരു നടപടി എടുക്കാനായിട്ട് കത്തയക്കുന്നു. അതിലാണ് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തത് TVKയെ പിന്തുണയ്ക്കാമെന്ന്. എന്നാൽ ഈ MLA-മാരുടെ പിന്തുണ കൊണ്ടും വിജയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ നേരത്തെ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാവരും കൂടെ വിജയ്ക്ക് പിന്തുണ നൽകാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിജയ് ഇപ്പോൾ സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷമായ സീറ്റ് വിജയ് നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ വിജയ് ഗവർണറെ കാണും എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. 234 നിയമസഭയുടെ അതായത് തമിഴ്നാട് നിയമസഭയുടെ അംഗബലം. ലോക്സഭയിൽ DMK അംഗങ്ങൾക്ക് പ്രത്യേക ബ്ലോക്കിൽ പുതിയ ഇരിപ്പിടങ്ങൾ അനുവദിക്കണമെന്നാണ് പറയുന്നത്. കോൺഗ്രസുമായുള്ള രാഷ്ട്രീയ ബന്ധം അവസാനിച്ച സാഹചര്യത്തിൽ അവർക്കൊപ്പം ഇരിക്കുന്നത് ഉചിതമല്ല എന്നാണ് കന്നിമൊഴി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. തമിഴ്നാട് തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് രാഷ്ട്രീയ വഞ്ചനയാണെന്ന് DMK കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസാക്കിയിരുന്നു. സമാജ്വാദി പാർട്ടിയും കോൺഗ്രസിനെതിരെ രംഗത്ത് എത്തിയതോടെ ഇന്ത്യ മുന്നണിയുടെ ഭാവി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ കക്ഷികളാണ് കോൺഗ്രസും DMKയും. അതായത് കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുമായുള്ള DMKയുടെ സഹകരണം എപ്രകാരമായിരിക്കുമെന്ന് നിർണായകമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയൊരു ചലനങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ നീക്കം വ്യക്തമാക്കുന്നത്.